എല്ലാവർക്കും നമസ്കാരം. നോ ഇൻ ദ ബൈബിൾ എന്ന എപ്പിസോഡിൽ ഇന്ന് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ ഈ വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആർക്കും അല്ലേ, ഒരുമാതിരിപ്പെട്ട ആർക്കും അത്ര താല്പര്യമില്ല അത് വായിക്കാൻ, അല്ലേ? എനിക്കത് വായിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരു പുസ്തകമാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത്. ഓക്കെ, അത് 5 വിലാപഗീതങ്ങളായിട്ടാണ് അതിനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് വിലാപഗീതം എന്നാണ് അതിനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനകത്ത് ആകെ 5 അധ്യായങ്ങളേ ഉള്ളൂ. വിലാപങ്ങൾ എന്താണ്? 5 അധ്യായങ്ങളേ ഉള്ളൂ. ആ 5 വിലാപഗീതങ്ങൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത്, എഴുത്തുകാരൻ എന്ന് പറയുന്നത് ജെറമിയ പ്രവാചകനാണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, ഇനി അതല്ല എന്നും വാദങ്ങളുണ്ട്. പക്ഷേ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾക്കറിയാം, ജെറമിയനെ സംബന്ധിച്ചിടത്തോളം ഒരു കരയുന്ന പ്രവാചകനായിരുന്നു. എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ നാശത്തിനെ കുറിച്ചൊക്കെ ഒരു കരയുന്ന പ്രവാചകനായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിലാപങ്ങളുടെ പുസ്തകം ജെറമിയ പ്രവാചകൻ തന്നെയാണ് എഴുതിയതെന്നുള്ള കൺക്ലൂഷനിലോട്ടാണ് എല്ലാവരും എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ ഏത് വിഷയങ്ങൾ കാണുകയും നമ്മൾക്കറിയാം, ഒരു അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകും. എന്തായാലും അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഒന്നാമത്തത് എന്താണെന്നറിയാമോ? അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടുത്തെ ഏകാന്തത, ശൂന്യത, ഇതെല്ലാം അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കുക, ഈ വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത് നമ്മളുടെ ഇസ്രയേലിൻ്റെ ചരിത്രം എടുത്താൽ, അല്ലെങ്കിൽ യഹൂദയുടെ ചരിത്രം എടുത്താൽ, യഹൂദയെ ബാബിലോണിലേക്ക് എങ്ങോട്ട് കൊണ്ടുപോയി? പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ ബാബിലോണിയർ ഇവരെ വന്ന് കൊണ്ടുപോകുന്ന സമയത്ത് എന്താ ചെയ്തത്? അവരുടെ ആ ഒരു ദേവാലയം, അല്ലേ, ശലോമോൻ രാജാവ് പണി കഴിപ്പിച്ച 1-ാമത്തെ ദേവാലയമൊക്കെ അവർ നശിപ്പിച്ചു. അതിനകത്തുള്ള വിലയേറിയ ഐറ്റംസ് ഒക്കെ അവരെങ്ങോട്ട് കൊണ്ടുപോയി? അവർ ബാബിലോണിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി. അപ്പോൾ ഇതിൻ്റെ പേരിലുള്ളൊരു വിലാപമാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾക്കറിയാം അവരുടെ ആരാധന, അല്ലേ, ശലോമോൻ രാജാവിൻ്റെ ഒരു ഇതിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ ഇതിനകത്തോട്ട്, അല്ലേ, ആ ദേവാലയത്തിനകത്തോട്ട് നോക്കി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഏതൊരു വ്യക്തിക്കും വിടുതൽ ലഭിക്കും, അല്ലെങ്കിൽ അവരുടെ ഏത് പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഒരു മറുപടി ഉണ്ടാകും എന്നുള്ളതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? അവരുടെ ആ ഒരു പ്രത്യാശ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദൈവസാന്നിധ്യം ഇറങ്ങുന്ന ഇടം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആരാധന, അതാണ് അവർക്ക് അവിടെ നഷ്ടമായിരിക്കുന്നത്. ആരാധന അവർക്ക് നഷ്ടമായി കഴിഞ്ഞു. അപ്പോൾ ഈ ആരാധന നഷ്ടമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അടിമത്തം കടന്നു വരും, അല്ലേ? ആരാധന നഷ്ടമാകുന്നിടത്ത് അടിമത്തം കടന്നു വരും. അടിമത്തം മാത്രമല്ല, പല തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പോകുവാനായിട്ട് ഇടയാകും. അപ്പോൾ ഇവിടെ അങ്ങനെയായിരുന്നു. അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ദേവാലയത്തിലെ വിലപിടിപ്പുള്ള ഉപകരണങ്ങളെല്ലാം കൊണ്ടുപോയി. ഇനി അതുകൂടാതെ എന്താണ്? ആ നഗരം തന്നെ, ആ ഒരു യെരുശലേം, ആ ഒരു നഗരം തന്നെ എന്താണ്? അത് ചുമ്മാ വിജനമായി. എന്ന് വെച്ചാൽ അവിടെ എന്താണ്? കുറുക്കന്മാരൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. എന്ന് വെച്ചാൽ വന്യമൃഗങ്ങളൊക്കെ ഇങ്ങനെ കയ്യേറിയിരിക്കുകയാണ്, ആരും താമസിക്കാനില്ലാത്തത് കൊണ്ട്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളെയൊക്കെ എങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്? അവരെല്ലാം പ്രവാസത്തിലേക്ക്, അല്ലെങ്കിൽ അടിമകളായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മൾക്കറിയാം, നമ്മളായിരിക്കുന്ന ഇടത്തിൽ നിന്ന്, നമ്മൾക്ക് ആധിപത്യമുള്ള ഇടത്ത് നിന്ന് നമ്മളെ പറിച്ചു വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് ആധിപത്യമല്ല, അവിടെ നമ്മൾക്ക് എന്താണ്? അവിടെ നമ്മളൊരു അടിമയാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ സ്ഥാനം കുറവാണ്. നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് ലഭിക്കുന്ന സ്ഥാനം നമ്മൾ വേറെ എവിടെയെങ്കിലും ചെന്നാൽ നമ്മൾക്ക് കിട്ടുമോ? കിട്ടത്തില്ല, അല്ലേ? നമ്മളുടെ പേരൻസിൻ്റെ അടുത്ത് നമ്മൾക്ക് കിട്ടുന്ന അത്രയും കംഫർട്ടായിട്ടുള്ളൊരു പ്ലേസ് വേറെ എവിടെയെങ്കിലും നമ്മൾക്ക് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ അവരെന്താണ്? ഭയങ്കര അടിമത്വത്തിൻ്റെ ആ ഒരു പ്രശ്നം അവർ അനുഭവിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കരച്ചിലും വിലാപവും ഒക്കെയാണ്. അതിനകത്ത് എന്താണ്? ഞങ്ങളെ ദൈവമേ അങ്ങ് തള്ളിക്കളഞ്ഞോ, ഞങ്ങളെ അങ്ങ് ഉപേക്ഷിച്ചോ? നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ടല്ലേ, ദൈവമേ അങ്ങ് ഞങ്ങളെ തള്ളിക്കളഞ്ഞോ, ഞങ്ങളെ ഉപേക്ഷിച്ചു. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഞങ്ങളെ അങ്ങ് ഇത്രത്തോളം തള്ളിക്കളഞ്ഞോ? എന്നിട്ട് അവരതിൻ്റെ കാരണവും പറയുന്നുണ്ട്. ഞങ്ങളുടെ പാപങ്ങളാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവികരുടെ പാപങ്ങളാണ് ഇതിനൊക്കെ കാരണമെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ 5-ാമത്തെ അധ്യായത്തിനകത്ത് 5-ാമത്തെ ആ ഒരു വിലാപഗീതത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ പറയുന്നത് എന്താണ്? ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ, ഞങ്ങളെ എന്നേക്കുമായി തള്ളിക്കളയുവാൻ പറ്റുമോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഭയങ്കരമായ അരിഷ്ടതയും കഷ്ടതയും ദുഃഖവും ദുരിതവും ഏകാന്തതയും ഇതെല്ലാം അനുഭവിച്ച ആ ഒരു അനുഭവത്തിൽ നിന്നുള്ള വിലാപഗീതങ്ങളാണ് ഈ വിലാപങ്ങളുടെ 5 അധ്യായങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അകത്തോട്ട് വന്നു കഴിയുമ്പോഴും എപ്പോഴും ഗ്രാഫ്, അല്ല, ഞാൻ പറയാറുണ്ട്, ഗ്രാഫ് ഒരിക്കലും ഒരേപോലെ ആയിരിക്കുകയല്ല പോകുന്നത്. ഗ്രാഫിനകത്ത് വിലാപങ്ങളുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾക്ക് വിഷമങ്ങളും ദുഃഖങ്ങളുണ്ടാകും, നമ്മൾ കരയുന്ന സാഹചര്യങ്ങളുണ്ടാകും, ചിലപ്പോൾ നമ്മൾ ജയിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും, ചിലപ്പോൾ നമ്മൾ അമ്പെ തോറ്റുപോകുന്ന സാഹചര്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഇതുപോലുള്ള പല 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 വിഷയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ ആ ഒരു വിഷയങ്ങളിൽ കിടന്ന് നമ്മളിങ്ങനെ കുരുങ്ങുന്നതിൻ്റെ മെയിൻ കാരണം
കാരണം എന്താണ്? എവിടെയോ നമ്മളുടെ ആരാധന നഷ്ടമായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എവിടെയൊക്കെയോ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിനെ കഴിഞ്ഞ് മറ്റെന്തോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ, അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ആ ഒരു സമയത്തും മറ്റെന്തിനോ ഒക്കെ വേണ്ടി നമ്മൾ ഓടി പിടിപെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പരിണിത ഫലം എന്ന് പറയുന്നതും നമ്മളുടെ മുൻപിൽ വരുന്ന വലിയ വലിയ പ്രതിസന്ധികളായിരിക്കും. അപ്പോൾ ഈ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നമ്മളെ തള്ളിക്കളയുമെന്നല്ല, ദൈവം നമ്മളെ ഉപേക്ഷിക്കുമെന്നല്ല, ദൈവത്തെ മറന്ന് അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട സമയം നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് വേർതിരിച്ചു കഴിയുമ്പോൾ നമ്മൾ ചില പ്രതിസന്ധികളുടെ ഇടയിലേക്ക് കുരുങ്ങിപ്പോകുമെന്നും ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അത് തിരിച്ചറിയുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ കിടക്കും. അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ് ആ ഒരു ആരാധനയിലേക്ക് നമ്മൾ മടങ്ങി വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ദൈവം നമ്മളെ വീണ്ടും ചേർത്തുകൊള്ളും, അല്ലെങ്കിൽ ദൈവം നമ്മളെ വീണ്ടും മടക്കി വരുത്തുമെന്നുള്ളത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇസ്രായേലിൻ്റെ ചരിത്രം എടുത്താൽ അങ്ങനെയല്ലേ? ആ ജാതിയെ ദൈവം ഉള്ളക്കരത്തിൽ വഹിച്ചു കൊണ്ട് നടന്നതുപോലെ വേറെ ആരെയും കൊണ്ട് നടന്നിട്ടില്ല. എന്നാൽ അവരനുഭവിച്ച പോലെ അത്രയും കഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മറ്റാരും അനുഭവിച്ചിട്ടുമില്ല. എല്ലാവരും അവരെ പരിഹസിച്ചു, അല്ലേ? നമ്മളുടെ വിലാപം വരുന്നത് എപ്പോഴാണ്? നമ്മൾ ഒറ്റപ്പെടുമ്പോഴും, നമ്മൾ പരിഹാസപാത്രമാകുമ്പോഴും, നമ്മൾക്കെതിരെ ചില കെണികളും കുരുക്കുകളും ഒരുക്കി ചിലരെ നമ്മൾക്കെതിരെ വാടകോരി നിൽക്കുമ്പോൾ ഒക്കെ എന്താണ്? നമ്മൾ കരയും, അല്ലേ? നമ്മൾ വിലപിക്കും, നമ്മൾ ദൈവത്തോട് നിലവിളിക്കും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇസ്രായേൽ കരഞ്ഞു, നിലവിളിച്ചു, അവർ നിന്ദിക്കപ്പെട്ടു, അവരൊന്നുമില്ലാതായി തീർന്നു, അവരുടെ രാജ്യം തന്നെ അവർക്ക് നഷ്ടമായി പോയി. എന്നാൽ അവിടെ എല്ലാം തീർന്നില്ല. ദൈവം അവരെ എന്ത് ചെയ്തു? അവരെ മടക്കി കൊണ്ടുവന്നു. അവർക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു രാജ്യത്തെ രൂപകൽപ്പന ചെയ്തു കൊടുത്തു, അല്ലേ? ഇന്ന് ആ ഒരു കൊച്ചു രാജ്യത്തെ ഭയപ്പെടുന്നുണ്ട്. ഇന്ന് വലിയ രാജ്യങ്ങൾ പോലും ഇന്ന് ആ ഒരു കൊച്ചു രാജ്യത്തെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ കൊച്ചു രാജ്യത്തെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതും ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ അത്രയുമുള്ള കൊച്ചു രാജ്യം എന്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്? അവരുടെ കഴിവോ അവരുടെ മിടുക്കോ ഒന്നുമല്ല. എന്താണ്? ഒരു നല്ല മിസൈൽ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നല്ലൊരു ബോംബ് വർഷം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ അതൊന്നും അങ്ങോട്ട് അടുക്കാതെ, നാശനഷ്ടങ്ങളില്ല എന്നല്ല, അവർക്കും ലോസുകളുണ്ട്, നഷ്ടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ അത് നിലം പരിചാകാതെ, അത് തകർന്നു പോകാതെ സൂക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ആ ഒരു കരുണ അവരെ വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണെന്നും നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ദൈവത്തെ ആരാധിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, ഒറ്റപ്പെടലുകൾ വരും, നിന്ദകൾ വരും, പരിഹാസങ്ങൾ വരും, എല്ലാം വരും. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കുണ്ടല്ലോ നമ്മൾ കരഞ്ഞിരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. കരയും, നമ്മൾ കുറച്ച് കരയും, കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളൊക്കെ നമ്മൾ കരയേണ്ടി വരും. എന്നാൽ ആ കരച്ചിൽ നമ്മളെ തീർത്ത് കളയുവാനല്ല, അത് നമ്മളുടെ എൻഡിങ് ഒന്നും അല്ല കേട്ടോ. അതിൻ്റെ എന്താണ്? ഒരു മഹത്വ പ്രത്യക്ഷത നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഒരു മഹത്വത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അല്ലാതെ ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. ഇസ്രായേലിന് വേണ്ടി ഒരു മഹത്വ പ്രത്യക്ഷത ദൈവം അവസാനം ഒരുക്കിയിട്ടുണ്ടല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലും ഒരു ദൈവത്തിൻ്റെ ഒരു മഹത്വം വെളിപ്പെടുന്ന സാഹചര്യങ്ങളും ദിവസങ്ങളൊക്കെ നമ്മളുടെ മുൻപിൽ ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇയ്യോബിൻ്റെ ജീവിതം എടുത്താലും അങ്ങനെ തന്നെയാണ്. എല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി മടക്കി കൊടുത്ത ഒരു ദൈവത്തെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു, അല്ലേ? എന്ന് പറയുന്നത് പോലെ ഇസ്രായേലിൻ്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പുതിയ നിയമ ഇസ്രായേലാണ്. അപ്പോൾ നമ്മളുടെ അല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ദൈവമേ, അങ്ങേക്കെല്ലാം അറിയാം, പിന്നെ എന്തുകൊണ്ടാണ് ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞങ്ങളെ കടത്തി വിടുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ കടത്തി വിടുന്നതെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞ കുറേ ആലോചനകളുണ്ടായിരുന്നു. ഞാനതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ കേട്ട് നോക്കിയപ്പോൾ സകല കാര്യങ്ങളും, ഇപ്പോൾ കടന്നു പോകുന്ന സകല വിഷയങ്ങളും അതിനകത്ത് ദൈവം മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതിൻ്റെ നീക്കുപോക്കും ദൈവം അതിനോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൻ്റെ ഏത് ഡാർക്ക് സിറ്റുവേഷനുകളിലൂടെ കടന്നു പോയാലും അവിടെ ഒരു നീക്കുപോക്ക് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അത് ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾക്ക് മാത്രം തരുന്ന പ്രിവിലേജാണ് കേട്ടോ. നമ്മൾ ലോകക്കാരെ നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്കൊന്നും ഒരു വിഷയങ്ങളും ഇല്ലല്ലോ, ഇവർക്ക് എത്ര മനോഹരമായിട്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരെത്ര നന്നായിട്ട് എത്ര വിദഗ്ധമായിട്ട് അവർ ജയിച്ചു കയറുന്നതും എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ആ ഒരു വിഷയങ്ങൾ, അവരുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ ആ ഒരു വിഷയത്തിൽ അവരങ്ങ് തീർന്നു പോകും, അല്ലെങ്കിൽ അവരതിനകത്തങ്ങ് പരാജയപ്പെട്ട് അങ്ങ് അടിയിൽ കിടക്കും. എന്നാൽ നമ്മളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ താന്നു പോയി അല്ലെങ്കിൽ നമ്മൾ തീർന്നു പോയി എന്ന് പറയുന്ന ഇടത്തുനിന്ന് നമ്മൾക്ക് വേണ്ടി ഒരു വിടുതൽ ഒരുക്കി നമ്മളെ കരകയറ്റുന്ന ഒരു ദൈവമുണ്ട്. ഏത് പ്രതിസന്ധികളുടെ നടുവിലൂടെ നമ്മൾ കടന്നു പോയാലും അവിടെ ഒരു നീക്കുപോക്ക് എൻ്റെ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഏത് കടുത്ത പരീക്ഷകളിലൂടെ ദൈവം നമ്മളെ കടത്തിവിട്ടാലും ഒരു നീക്കുപോക്ക് ദൈവം ഒരുക്കി
ഒരുക്കിയിട്ട് ആ പരീക്ഷകൾ ദൈവം അനുവദിക്കത്തുള്ളൂ എന്നുള്ളത് നമ്മുടെ ദൈവം നമ്മൾക്ക് തരുന്ന ഉറപ്പാണ്. വിശുദ്ധ ബൈബിൾ നമ്മൾക്ക് തരുന്ന ഉറപ്പാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം എടുത്താൽ അത് നമ്മളുടെ മുൻപിൽ വ്യക്തമായിട്ട് കിടക്കുകയാണ്. അല്ലാതെ ചുമ്മാ അവരിവരും പറയുന്ന മോട്ടിവേഷൻ അല്ല കേട്ടോ. വചനം എന്ന് പറയുന്നത് അവരിവരും പറയുന്ന മോട്ടിവേഷൻ അല്ല. അതിനെ മോട്ടിവേഷനൊക്കെ ആയിട്ട് ചിത്രീകരിക്കുന്നവരുണ്ട്, എന്നാൽ അത് മോട്ടിവേഷൻ അല്ല. ഓരോ വചനത്തിൻ്റെ അകത്തും ദൈവം നമ്മളെ ജീവിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഇന്ന് ആരെങ്കിലുമൊക്കെ വിലപിച്ചും കരഞ്ഞും നിലവിളിച്ചും ഒറ്റപ്പെട്ടും പരാജയപ്പെട്ടും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയുവാനുള്ളത്, നമ്മൾക്ക് പറയുവാനുള്ളത് എന്താണെന്നറിയാമോ? അത് എൻഡിങ് അല്ല, അത് അവസാനമല്ല. ഒരു നീക്കുപോക്ക് കൽപ്പിച്ച് ഒരു മഹത്വത്തോടെ നമ്മളെ നിർത്തുന്ന, ജയത്തോടെ നമ്മളെ നിർത്തുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. അല്ല എങ്കിൽ നമ്മൾ ഈ പുസ്തകം പിടിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിന് അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ലല്ലേ? ദൈവത്തെ ആരാധിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് തീർക്കുന്ന ദൈവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ. നമ്മൾ താഴ്ന്നു പോയാൽ, അതായത് നമ്മളുടെ വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ചുരുണ്ടുകൂടി മൂലക്കിരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു വിലാപത്തിൻ്റെ ദിവസങ്ങൾ നീണ്ടുപോകും. എന്നാൽ നമ്മൾ അവിടെ എഴുന്നേറ്റ് മുട്ടുകുത്തുവാൻ, മുട്ടുമടക്കുവാൻ, ദൈവത്തിൻ്റെ മുൻപിൽ കരയുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം അതിനൊരു നീക്കുപോക്ക് കൽപ്പിച്ച് അതിനകത്ത് നിന്ന് എത്രയും പെട്ടെന്ന് 5 അധ്യായമുള്ളൂ, വിലാപങ്ങൾ 5 അധ്യായങ്ങളേ ഉള്ളൂ കേട്ടോ, 5 വിലാപഗീതങ്ങളേ ഉള്ളൂ. അതിനകത്തുനിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾക്ക് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ കൂടുതൽ പ്രത്യാശ വയ്ക്കാം. കാരണം നമ്മളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവിടുന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് നമ്മൾക്കറിയാം, മന്ത്രിസഭയിൽ ഒത്തിരി മന്ത്രിമാരുണ്ടല്ലേ, ഓരോ വകുപ്പിനും മന്ത്രിമാരുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ആ വകുപ്പുകൾ ജയത്തോടെ കൊണ്ടു നടക്കുവാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നമ്മളുടെ ദൈവം എന്താണ്? അത്ഭുത മന്ത്രിയാണ്, അത്ഭുതങ്ങളെ ചെയ്യുന്ന മന്ത്രിയാണ്. ആ മന്ത്രിക്ക് സകലതും സാധ്യമാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.